ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിക്കാരുടെ ആൻസിലറി പേപ്പറായ പൊളിറ്റിക്സിൻ്റെ, അതായത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് പെയ്ഡായിട്ട്. മലയാളത്തിലുള്ള നോട്ട്സാണ്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ. താല്പര്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സിസ്റ്റം കേട്ടോ. തേർഡ് BA ഹിസ്റ്ററിക്കാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസ്, മീനിങ്, നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നാണ്. അതായത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ അർത്ഥം, പ്രകൃതം, വ്യാപ്തി, അതിൻ്റെ പ്രാധാന്യം, ഇത്രയാണ് അതിൽ വരുന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? അല്ലെ ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡെഫിനിഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യശാസ്ത്ര ശാഖയാണ്, അല്ലെങ്കിൽ ഒരു വിഷയമാണ്. ഇത് ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, പൊതുനയം, ഭരണകൂടങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഗാർണറുടെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തോടു കൂടി ആരംഭിക്കുകയും ഒരു രാഷ്ട്രത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യുന്നതാണെന്ന്. എന്നാൽ ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത് ഒരു സമൂഹത്തിനായി മൂല്യങ്ങളുടെ പ്രാമാണികമായ വിഭജനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. അപ്പോൾ പലരും പല നിർവചനങ്ങൾ പൊളിറ്റിക്കൽ സയൻസിന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രത്തെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ച്, ഭരണ നയങ്ങളെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ രാഷ്ട്രാന്തര ശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഡിസ്കസ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് നോക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട എന്താണ്? നേച്ചർ ആൻഡ് സ്കോപ്പ്. രാഷ്ട്രാന്തര ശാസ്ത്രത്തിൻ്റെ പ്രകൃതവും അതിൻ്റെ വ്യാപ്തിയുമാണ്. അതിൻ്റെ പ്രകൃതം എന്ന് പറയുമ്പോൾ, അതായത് രാഷ്ട്രാന്തര ശാസ്ത്രത്തിൻ്റെ പ്രകൃതം എന്ന് പറയുന്ന സ്വഭാവം, അതാണ് പ്രകൃതം. നേച്ചർ എന്ന സ്വഭാവം. പൊളിറ്റിക്കൽ സയൻസ് ഒരു സാമൂഹിക ശാസ്ത്ര വിഷയമാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു സമയശാസ്ത്രമാണെന്ന് തന്നെയാണ് അതിൻ്റെ പ്രകൃതം, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം. ഇത് മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഭരണകൂട സംവിധാനങ്ങളും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്വഭാവത്തിൽ ഉൾപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ശാസ്ത്രീയ പഠന രീതി, പിന്നെ മൂല്യപ്രാധാന്യം, പിന്നെ സാമൂഹ്യശാസ്ത്ര വിഷയം മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്യൽ, പിന്നെ സിദ്ധാന്തപരമായ ഒരു സമീപനം, പിന്നെ പ്രായോഗികവും സിദ്ധാന്തപരവുമായ സ്വഭാവം. ഇനി പൊളിറ്റിക്കൽ സയൻസ് പലതരത്തിലുള്ള പഠന രീതികളും ഉൾക്കൊള്ളുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ഇനി അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ്. വ്യാപ്തിയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയ തത്വശാസ്ത്രമാണ്, അതായത് ഭരണസങ്കല്പങ്ങളും മൗലികാവകാശങ്ങളൊക്കെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമാണ്. മറ്റൊന്ന് ഭരണഘടനയോടും ഭരണകൂടത്തെയും കുറിച്ചുള്ള വിശാലമായ പഠനം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നൊന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ വ്യാപ്തിയിൽ വരുന്നതാണ്. പിന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയം പൊതുഭരണത്തെക്കുറിച്ച്, പൊതുവായ ഭരണത്തെക്കുറിച്ച് അതിൽ വരുന്നുണ്ട്. പിന്നെ പൊതുനയങ്ങളെക്കുറിച്ച്, നയം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, പൊതുവായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പഠനശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ വ്യാപ്തിയും കേട്ടോ. ഇനി സബ്ജക്റ്റ് മാറ്റർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പൊളിറ്റിക്കൽ സയൻസിലെ പഠന വിഷയങ്ങൾ, അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് രാഷ്ട്രം തന്നെയാണ്. അതിൽ പ്രതിപാദ്യ വിഷയങ്ങൾ ഒന്നാമത് വരുന്നതാണ് രാഷ്ട്രത്തിൻ്റെ ഉത്ഭവം, സ്വഭാവം, അതിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനം എന്നിവയൊക്കെ പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. രണ്ടാമത്തത് ഭരണമാണ്. വിവിധ ഭരണരീതികൾ, അധികാര വിഭജനം, ഭരണഘടനകളെ കുറിച്ച് പഠിക്കുന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രതിപാദ്യ വിഷയം. മൂന്നാമത്തത് അധികാരാടിസ്ഥാനങ്ങൾ, അതായത് എന്തിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള അധികാര വിന്യാസമാണ് ഓരോ രാഷ്ട്രത്തിലും നടക്കുന്നത് എന്നുള്ളത് അതിൽ പഠനവിധേയമാക്കുന്നു. നാലാമത്തത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ്. സമത്വം, സ്വാതന്ത്ര്യം, നീതി, ജനാധിപത്യം തുടങ്ങിയ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അതിൽ പഠനവിധേയമാക്കുന്നു. പിന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊതുനയങ്ങൾ, പൊതുവായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നു. പിന്നെ പൊതുഭരണത്തെക്കുറിച്ച് പഠിക്കും. ഇത്രയാണ് അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ, അല്ലെങ്കിൽ പഠന വിഷയങ്ങളിൽ, പ്രതിപാദ്യ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്, രാഷ്ട്രാന്തര ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം. പൊളിറ്റിക്കൽ സയൻസ് ഇന്ന് സമൂഹത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ആധുനിക കാലത്ത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതിന് പ്രാധാന്യം വർദ്ധിക്കാനുള്ള കാരണം മനുഷ്യൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതം അതിനോട് നിഗൂഢമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനോട് പൊളിറ്റിക്കൽ സയൻസിനോട് നിഗൂഢമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനും പൊളിറ്റിക്കൽ സയൻസ് സഹായിക്കും. നിയമങ്ങൾ പരിപാലിക്കാനും അവകാശങ്ങൾ സംരക്ഷിക്കാനും ചുമതലകൾ മനസ്സിലാക്കാനും പൊളിറ്റിക്കൽ സയൻസ് സഹായിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സമാധാനം നിലനിർത്താനുമുള്ള നയങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്നു. അതുപോലെ ഒരു മികച്ച നേതാക്കളെയും ഭരണകൂട ഉദ്യോഗസ്ഥരെയും വളർത്തുന്നതിന് പൊളിറ്റിക്കൽ സയൻസ് സഹായകമാണ്. അതുപോലെ തന്നെ അവസരങ്ങളും അവകാശങ്ങളും എല്ലാവർക്കും ഒരുക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് നിർണായകമാണ്. സാമ്പത്തികവും സാമൂഹികവുമായ വികസന പദ്ധതികൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിലും അതിനുള്ള നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും പൊളിറ്റിക്കൽ സയൻസിനൊരു പങ്കുണ്ട്. വ്യക്തികളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും അത് പ്രദാനം ചെയ്യുന്നതും ആര് തന്നെയാണ്? പൊളിറ്റിക്കൽ സയൻസ് തന്നെയാണ്. ആധുനിക കാലത്ത് പൊളിറ്റിക്കൽ സയൻസ് ജനാധിപത്യ സമൂഹത്തിൽ നല്ല ഭരണകൂടം, അവകാശ സംരക്ഷണം, സാമൂഹിക സമാധാനം എന്നിവ ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമൂഹിക നീതി നടപ്പിലാക്കാനും ഈ ശാസ്ത്രശാഖയ്ക്ക് കഴിയും, അല്ലെങ്കിൽ അതിനത് സഹായിക്കും. ഇത്രയാണ് അതിൻ്റെ പ്രാധാന്യമായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊന്നാണ് പൊളിറ്റിക്കൽ സയൻസിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ കീ സ്റ്റഡി ഓഫ് പവർ. അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മൾ സമർത്ഥിക്കണം, നമ്മളതിനെ വിശദീകരിക്കണം. അപ്പോൾ എന്താണ് അധികാരം? പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ആശയമാണ്. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ മറ്റൊരാളിൽ സ്വാധീനം ഉണ്ടാക്കാനുള്ള കഴിവാണ് അധികാരം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഭരണകൂടം, അധികാര ബന്ധങ്ങൾ, നിയമവ്യവസ്ഥകൾ എന്നിവയുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ എന്ത് വേണം? അധികാര പഠനം നിർണായകമാണ്. അധികാരം എന്നത് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനുള്ളൊരു കഴിവാണ്. ഇത് പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഡേവിഡ് ഈസ്റ്റണിൻ്റെ അഭിപ്രായത്തിൽ അധികാരം ഒരു സമൂഹത്തിലെ മൂല്യങ്ങളുടെ അംഗീകരിച്ച വിഭജനമാണ്. സ്വാധീനം ഉണ്ടാക്കാനുള്ള കഴിവ്, നിയമപരമായ അംഗീകാരം, അധീനതയുടെ ഉത്തരവാദിത്വത്തിൻ്റെയോ ഒക്കെ പൂർണ്ണത, ഭരണഘടനാ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നിവയ്ക്കെല്ലാം ഇതൊക്കെ അധികാരത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ നടത്തിപ്പ് അല്ലെങ്കിൽ ഭരണഘടനയുടെ നടത്തിപ്പ്, നിയമനിർമ്മാണം നടപ്പാക്കൽ, ജനാധിപത്യ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കൽ, സാമൂഹിക ക്രമസമാധാനം ഉറപ്പാക്കൽ, ജനങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവയൊക്കെ അധികാരത്തിൻ്റെ പ്രാധാന്യങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് പ്രധാന പഠനം ഏത് തന്നെയാണ്? അതിൻ്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതൊക്കെയാണ് നമുക്കതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ. ഇനി അതിന്ന് പൊളിറ്റിക്കൽ സയൻസ് എക്സ്പാൻഡ്സ് ദ സ്റ്റീരിയോ ഹൗസ് ഓഫ് നോളജ് എന്നാണ്. അതായത് പൊളിറ്റിക്കൽ സയൻസ് അറിവിൻ്റെ കലവറയെ എങ്ങനെ വിപുലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് അറിവിൻ്റെ കലവറയെ വിപുലപ്പെടുത്താൻ പൊളിറ്റിക്കൽ സയൻസിന് കഴിയും. അതെങ്ങനെയാണ്? പൊളിറ്റിക്കൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ പ്രധാന ശാഖകളിലൊന്നാണ്. ഇത് മനുഷ്യരുടെ സാമൂഹിക, സാമ്പത്തിക, ഭരണകൂട ജീവിതം വിശാലമായി പഠിച്ചുകൊണ്ട് അറിവിൻ്റെ കലവറയെ വിപുലപ്പെടുത്തുന്നു. എങ്ങനെ? സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം എന്നിവയുടെ സിദ്ധാന്തങ്ങൾ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, റൂസോ, കാൾ മാർക്സ് തുടങ്ങിയവരുടെ ആശയങ്ങൾ എന്നിവ പഠിപ്പിച്ചുകൊണ്ട് അറിവിൻ്റെ കലവറ വിപുലമാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠനശാഖയാണ് പൊളിറ്റിക്കൽ സയൻസ്. കൂടാതെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളും നിയമവ്യവസ്ഥകളും അതിൽ പഠനവിധേയമാക്കുന്നുണ്ട്. അധികാര വിഭജനവും മൗലികാവകാശങ്ങളും ഉൾക്കൊള്ളുന്നത് പഠനത്തിലാണ്? പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിലാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, യുദ്ധവും സമാധാനവും, ഐക്യരാഷ്ട്രസഭയുടെ പങ്ക്, ഭരണഘടനയുടെ പ്രായോഗിക വശം, സർക്കാർ പദ്ധതികളുടെ നടപ്പിലാക്കൽ എന്നിവയെല്ലാം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ വിഭജന ഉപയോഗവും വിശകലനം ചെയ്യുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും അതിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രത്തെ സംബന്ധമായിട്ടുള്ള ഒരു തരം അറിവിൻ്റെ കലവറ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം. രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ള പഠനം. ഇത്രയാണ് നമ്മുടെ യൂണിറ്റിൽ വരുന്ന പ്രധാന കാര്യം, ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. അടുത്ത യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക്സ്.